നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കെ.എം. മാണിക്കെതിരായ പ്രക്ഷോഭം അടങ്ങുന്നില്ല. രാജി ആവശ്യപ്പെട്ട് പുനലൂരിൽ ഡിവൈഎഫ്ഐയുടെ ജനകീയ കൂട്ടായ്മ. പുനലൂർ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സർവകക്ഷി യോഗം. പുനലൂരിന്റെ തനതായ കുടിവെള്ള പദ്ധതിക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ തീരുമാനം. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് കല്ലടയാറ്റിൽ മുങ്ങി മരിച്ചു. മരിച്ചത് പുനലൂർ കൊച്ചുവട്ടമൺ സ്വദേശി സുനിൽകുമാർ. കോൺഗ്രസിന്റെയും കെ.എം. മാണിയുടെയും അഴിമതികൾ പൂഴ്ത്തിവെച്ച് ഇവരെ വെള്ളപൂശാനാണ് ചില പ്രമുഖ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് CPM പുനലൂർ ഏരിയ സെക്രട്ടറി M.A. രാജഗോപാൽ. കെ.എം. മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പുനലൂരിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി കെ.എം. മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി പ്രകടനങ്ങൾ നടത്തി തിരുവനന്തപുരം പട്ടണം മുഴുവൻ ജനസഞ്ചയം കൊണ്ട് നിറഞ്ഞപ്പോൾ അസംബ്ലിക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ MLA-മാർ ഒരു സമരം നടത്തി. ഈ സമരത്തിൽ പങ്കെടുത്ത ജമീല പ്രകാശം എന്ന് പറയുന്ന വനിതാ MLA, ഏതാണ്ട് 60 വയസ്സ് കഴിഞ്ഞ ശിവദാസൻ നായർ എന്ന് പറയുന്ന നമുക്കടുത്ത ഒരു MLA, അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് ജമീല പ്രകാശം ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ക്ഷീരമുള്ള ഒരു അകിടും ചവിട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ പ്രക്ഷുബ്ധമായ ഈ നിയമസഭാ അന്തരീക്ഷത്തിൽ ജമീല പ്രകാശത്തിന്റെ ശരീരത്തിൽ കയറി പിടിച്ചു. അപ്പോ മലയാള മനോരമ ചാനലുകാരൻ ചോദിക്കുകയാണ്, ശിവദാസൻ നായർ പിടിച്ചെങ്കിലും ജമീല പ്രകാശം കടിക്കാമോ? അതാണ് പ്രത്യേകിച്ച് ജമീല പ്രകാശിന്റെ പല്ലിന്റെ അളവെടുത്ത് പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്നാൽ ജമീല പ്രകാശത്തെ പിടിച്ച ശിവദാസൻ നായർക്കെതിരായി എന്തെങ്കിലും ഒരു വരി എഴുതുവാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ബാർക്കോഴ വിവാദത്തിൽ വിജിലൻസ് കേസെടുത്ത സാഹചര്യത്തിൽ മന്ത്രി മാണി രാജിവെക്കുക, നിയമസഭയിൽ വനിതാ MLA-മാരെ മർദ്ദിച്ച UDF MLA-മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. യോഗത്തിന് ഏരിയ പ്രസിഡന്റ് ശ്യാം മോഹൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ശരൺ ശശി സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, R. പ്രസാദ്, ഷൈൻ ദിബു തുടങ്ങിയവർ സംസാരിച്ചു. ഷമീർ ഹുസൈൻ, കിരൺ കുമാർ, പ്രേംസിംഗ്, അജിത്, ജിതിൻ, അനസ്, സതേഷ്, വിവേക്, ഇടമൺ രതീഷ്, റിയാസ്, മുകേഷ്, ശ്രീകുമാർ, സുപ്രിയ, രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നു. MLA-യുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തഹസിൽദാരുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. പുനലൂർ നഗരസഭ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കാണുന്നതിനായാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പുനലൂർ നഗരസഭയിൽ നിന്നും ആരംഭിക്കുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും നഗരസഭയ്ക്ക് വെള്ളം നൽകാത്ത സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് മാത്രമായി ഒരു കുടിവെള്ള പദ്ധതിയുടെ ആവശ്യകതയും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. നഗരസഭയുടെ നിലവിലുള്ള കുടിവെള്ള പദ്ധതി കാലഹരണപ്പെട്ടതാണ്. ഇതിൽ നിന്നും നഗരസഭയിൽ ഭാഗികമായി മാത്രമേ വെള്ളം വിതരണം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പുതിയ കുടിവെള്ള പദ്ധതിക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വാട്ടർ അതോറിറ്റി വിഭാഗത്തെ ചുമതലപ്പെടുത്തി 56 ലക്ഷം രൂപയാണ് പുതിയ പദ്ധതിയുടെ എസ്റ്റിമേറ്റിന്റെ ചിലവ് പ്രതീക്ഷിക്കുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഈ മാസം 24-ന് 4 മണിക്ക് തഹസിൽദാരുടെ ചേംബറിൽ വീണ്ടും യോഗം ചേരാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. നിലവിലുള്ള വാട്ടർ കണക്ഷൻ കുറച്ചുകൂടെ വീടുകളിൽ കണക്ഷൻ കൊടുക്കത്തക്ക രീതിയിൽ വെള്ളം പമ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില ആൾട്ടറേഷൻസ് നടത്തുന്നുണ്ട്. അവരെല്ലാം കൂടെ 56 ലക്ഷം രൂപ വേണ്ടിവരുന്ന ഒരു എസ്റ്റിമേറ്റ് അവർ ഹാജരാക്കിയുണ്ടായി. അതോടൊപ്പം തന്നെ 132 ലക്ഷം രൂപയുടെ മറ്റൊരു എസ്റ്റിമേറ്റും ഇന്ന് ഇവിടെ ഈ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കിയുണ്ടായി. ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം ഈ സീസണിലെ വരൾച്ച നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള ജെയ്ക്കയുടെ പൈപ്പിൽ നിന്ന് 2 ഭാഗത്തായിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള അതിനേക്കാൾ കൂടുതൽ വ്യാസമുള്ള പൈപ്പ് ഉപയോഗിച്ച് കണക്ഷൻ കൊടുക്കാനും അതിലൂടെ കൂടുതൽ വീടുകൾക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വീണ്ടും 24-ാം തീയതി വൈകിട്ട് യോഗം ചേരാനും തീരുമാനിച്ചു. ലൈവ് വാർത്ത പുനലൂർ.
കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU-വിന്റെ അഞ്ചൽ ഏരിയ സമ്മേളനം കുളത്തൂപ്പുഴയിൽ നടന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകുന്ന തൊഴിലാളി വേതനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ CITU ആണ് എന്ന് തൊഴിലാളികൾക്കാകെ ഒരു വിശ്വാസമുണ്ടെന്ന്. യൂണിയൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ നിർവഹിച്ചു. അലക്സ് ബേബിസ്റ്റോമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ക്രിസ്റ്റഫർ വാടി, CITU അഞ്ചൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് V. രവീന്ദ്രനാഥ്, CPM കുളത്തൂപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. ഗോപകുമാർ, രവി വനമുറ്റം എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രതിനിധികൾ പ്രകടനവും നടത്തി. കുളത്തൂപ്പുഴ ടൗൺ, UPS ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ ചുറ്റിയ പ്രകടനം സമ്മേളന നഗറിൽ സമാപിച്ചു. രാജീവ് പ്രണവത്തെ പ്രസിഡന്റായും നിസാം അമ്മാസിനെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. സുഹൃത്തുക്കൾക്കൊപ്പം കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പുനലൂർ കുതിരച്ചിറ കൊച്ചുവട്ടമൺ സ്വദേശി സുനിൽ കുമാറാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. സുനിലും കൂട്ടുകാരും അടങ്ങുന്ന 5-അംഗ സംഘം പുനലൂർ തൊളിക്കോട് പമ്പിന് എതിർവശത്തുള്ള കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു. 3 പേർ കുളിക്കാനിറങ്ങുകയും മറ്റു 2 പേർ കരയിൽ വിശ്രമിക്കുകയുമായിരുന്നു. കുളിക്കുന്നതിനിടയിൽ സുനിൽ ചുഴിയിൽപ്പെടുകയായിരുന്നു അത്രേ. സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇയാളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇവർ പുനലൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി വിവരമറിയിക്കുകയായിരുന്നു. ഓഫീസ് സെക്രട്ടറി ആൽവിൻ വി. സ്കറിയ പുനലൂർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തിരച്ചിൽ ആരംഭിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ 1 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. സംസ്കാരം ബുധനാഴ്ച ഉച്ചയോടെ വീട്ടുവളപ്പിൽ നടക്കും. താരയാണ് സുനിലിന്റെ ഭാര്യ. 2.5 വയസ്സുള്ള സൂര്യ, 9 മാസം പ്രായമുള്ള സൂരജ് എന്നിവരാണ് മക്കൾ. ലൈവ് വാർത്ത, പുനലൂർ. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ പര്യടനം ആരംഭിച്ചു. തെക്കൻ മേഖലാ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. 100 കണക്കിന് തൊഴിലാളികളാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. തൊഴിലുറപ്പ് നിയമം സംരക്ഷിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പരിമിതപ്പെടുത്തരുത്, കൂലി 320 രൂപയായി വർദ്ധിപ്പിക്കുക, കൂലി കുടിശ്ശിക വിതരണം ചെയ്യുക, കൃഷി, പരമ്പരാഗത തൊഴിൽ മേഖലകൾ, ക്ഷീര കർഷക മേഖലകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുനലൂരിൽ പ്രവേശിച്ച തെക്കൻ മേഖലാ ജാഥയ്ക്ക് 100 കണക്കിന് തൊഴിലാളികളാണ് വരവേൽപ്പ് നൽകിയത്. പുനലൂർ KSRTC ജംഗ്ഷനിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ NREG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ സ്വീകരണം ഏറ്റുവാങ്ങി. പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി CV രാജേഷ്, ഗുരുദാസ്, ഹൈസ്കൂൾ വാർഡിന് വേണ്ടി റസൂൽ ബേബി, താമരപ്പള്ളി വാർഡിന് വേണ്ടി റാണി ജേക്കബ്, ലാച്ചേരിക്ക് വേണ്ടി രാധാ ദിവാകരൻ, കാരക്കാടിന് വേണ്ടി. ഈ തൊഴിലുറപ്പ് പദ്ധതിയെ അവസാനിപ്പിക്കാനാണോ ഉദ്ദേശം? തൊഴിലുറപ്പ് പദ്ധതിയെ എടുത്തു കളയാനാണോ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾ ശക്തമായി ചോദിച്ചപ്പോൾ ഗ്രാമവികസന വകുപ്പ് മന്ത്രി പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ എടുത്തു കളയാൻ പോകുന്നില്ല എന്നാണ്. സമാധാനമായ ഇതെല്ലാം കുറിപ്പിന്റെ ഉറപ്പാ. ഈ ഉറപ്പൊന്നും പാലിക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇവർ പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്നും. ഇതാ പ്രശ്നം. പക്ഷെ ഒരു കാര്യം എനിക്കുറപ്പുണ്ട്, നിങ്ങൾക്കുറപ്പുണ്ട്. ഈ സംസ്ഥാനത്തെ 72 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പിൽ പണിയെടുക്കുന്ന സഹോദരിമാർ, നിങ്ങളെ ഇത് വാസവദത്തയുടെ കരചരണാദികൾ ഭേദിച്ച് ചുണ്ടുകാട്ടിൽ കൊണ്ടിട്ടതുപോലെ BJP-കാരനും UDF-കാരനും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കരചരണാദികൾ ഭേദിക്കാൻ വന്നാൽ ആ കൈവെട്ടാൻ കൽപ്പുള്ളവരാണ്, ത്രാണിയുള്ളവരാണ് ഈ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഒരു സംശയം വേണ്ട. സ്വീകരണ സമ്മേളനത്തിൽ യൂണിയൻ പുനലൂർ ഏരിയ പ്രസിഡന്റ് B. സരോജദേവി അധ്യക്ഷയായി. സെക്രട്ടറി R. സുരേഷ് സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റന് പുറമെ CPM പുനലൂർ പത്തനാപുരം ഏരിയ സെക്രട്ടറിമാരായ R. സനൽകുമാർ, MA രാജഗോപാൽ, N. ജഗദീശൻ, പ്രീത, TK ഭാസുരാദേവി, സബിത ബീഗം, ലീലാമ, രാധാമണി വിജയാനന്ദ്, R. ലൈല BV, B. പ്രമോദ്, S. സജീഷ്, വസന്ത രഞ്ജൻ, രഞ്ജു സുരേഷ്, ടൈറ്റസ് സെബാസ്റ്റ്യൻ, KL ലത്തീഫ്,
ഡി ദിനേശൻ, റാണി ജേക്കബ് എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. കാർഷിക മേഖലയിലെ ജലദൌർലഭ്യം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം തൊഴിലുറപ്പ് തൊഴിലാളികൾ. ചിതറ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലാളികളാണ് തോടുകൾ ശുചീകരിച്ച് ബണ്ടുകൾ സ്ഥാപിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായത് പലയിടങ്ങളിലും കാർഷിക മേഖലയെയും കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലഭ്യമായ ജലം തോടുകളിൽ ബണ്ടുകെട്ടി തടഞ്ഞു നിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ചിതറയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുതയിൽ വാർഡിലെ തട്ടുപാലം, പെരുവണ്ണാമൂല, തച്ചൂർ ഏല തോടുകളുമാണ് ആദ്യം ശുചീകരിച്ചത്. നേരത്തെയും ഈ തോടുകൾ ശുചീകരിച്ചിരുന്നുവെങ്കിലും ബണ്ടുകൾ കെട്ടി വെള്ളം ശേഖരിച്ചു നിർത്തുന്നത് ഇത് ആദ്യമായാണ്. സമീപ പ്രദേശങ്ങളിലെ കാർഷിക മേഖലയിൽ ജലദൗർലഭ്യം രൂക്ഷമായതോടെയാണ് ഇത്തരം ബണ്ടുകൾ സ്ഥാപിക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരായത്. മാലിന്യങ്ങൾ തോടുകളിൽ തള്ളുന്നതുമൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ജലം മലിനമാകുകയും ചെയ്തിരുന്നു. ഏറെ ബുദ്ധിമുട്ടിയാണ് തോട് ശുചീകരിച്ച് ബണ്ടുകൾ സ്ഥാപിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇഴജന്തുക്കളെ കണ്ടതോടെ പ്രദേശത്തെ പുരുഷന്മാരുടെ കൂടി സഹായത്തോടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ വർഷം വരെയും തോട് വൃത്തിയാക്കുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, തോട് വൃത്തിയാക്കിയിട്ട് ഈ പോലെ ബണ്ട് നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി ഇവിടുത്തെ ജലക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇവിടെ ഉണ്ടാകുന്ന ജലം ഇവിടെ തന്നെ തങ്ങി വയ്ക്കുകയും ഇവിടെ അത് ജലക്ഷാമം പരിഹരിക്കാൻ ഒരു പരിധിവരെ ഇവിടെ കുളിക്കാനും അതുപോലെ മിക്ക കാര്യങ്ങൾക്ക് കുടിക്കാൻ ഉള്ളതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ലൈവ് വാർത്ത, കടയ്ക്കൽ. പുനലൂർ നഗരസഭയിൽ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും പുനലൂർ നഗരസഭയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പ്രകൃതി സമ്പത്തുകളും സ്രോതസ്സുകളും ഗ്രാമതലത്തിൽ മനസ്സിലാക്കുവാനും അവ തിട്ടപ്പെടുത്തുവാനും അതിന്റെ സുഗമമായ ഉപയോഗം ഉറപ്പുവരുത്തുന്നതിനുമുള്ള ആദ്യ പടിയാണ് രജിസ്റ്റർ തയ്യാറാക്കൽ. 1992 ബ്രസീലിലെ റിയോജി ജെനിഗോയിൽ 192 രാജ്യങ്ങൾ പങ്കെടുത്ത ഭൌമ ഉച്ചകോടിയിലാണ് ഈ ആശയം രൂപപ്പെടുന്നത്. ഒരു പ്രദേശത്തെ ജൈവ വിഭവങ്ങളെക്കുറിച്ച് അവിടെയുള്ള ജനങ്ങളുടെ അറിവുകളും കൂടാതെ നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായുള്ള നിരന്തര ഇടപെടലുകളിലൂടെ ആർജിച്ച നാട്ടറിവുകളും ശാസ്ത്രീയമായി രേഖപ്പെടുത്തുക എന്നതാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ കൊണ്ട് ലക്ഷ്യമിടുന്നത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ രാധാകൃഷ്ണക്കുറുപ്പ് വിഷയാവതരണം നടത്തി. കുട്ടികൾക്ക് സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ കുപ്പിവെള്ളം കൊടുത്തുവിടുന്ന പോലെ ലിക്വിഫൈഡ് ഓക്സിജൻ കൊടുത്തുവിടാൻ താമസം വരും. അന്തരീക്ഷവായു അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമതായി കഴിഞ്ഞു. ശില്പശാലയിൽ നഗരസഭയിലെ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 100 പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അടച്ചുറപ്പുള്ള വീട്ടിൽ ഒരു രാത്രിയെങ്കിലും ഭയമില്ലാതെ ഉറങ്ങാൻ കൊതിക്കുകയാണ് വെഞ്ചേവ് സ്വദേശിയായ ഹസീന ബീവി. വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹസീന കയറിയിറങ്ങാത്ത ഓഫീസുകൾ കുറവാണ്. അന്തിയുറങ്ങാൻ ഇടമില്ലാതെ പ്രായപൂർത്തിയായ മകളുമായി ബുദ്ധിമുട്ടുകയാണ് കരവളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ് വാർഡിൽ ബ്ലാത്തൂർ നിരപ്പിൽ വീട്ടിൽ ഹസീന ബീവി. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട കശുവണ്ടി തൊഴിലാളിയായ ഹസീന ബീവിക്ക് +2 പഠിക്കുന്ന ഒരു മകളുണ്ട്. വീട് എന്ന സ്വപ്നവുമായി ഗ്രാമപഞ്ചായത്തിന്റെ വരാന്തകൾ തോറും ഹസീന ബീവി കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു. 3 സെന്റ് വസ്തുവുണ്ടെങ്കിൽ വീട് വയ്ക്കാൻ പഞ്ചായത്തിൽ നിന്നും ധനസഹായം ലഭിക്കുമെന്ന ഉറപ്പിന്മേൽ അമ്മയുടെയും മകളുടെയും കഴുത്തിലും കാതിലുമുണ്ടായിരുന്ന സ്വർണം മുഴുവൻ വിറ്റ് 3 സെന്റ് സ്ഥലം വാങ്ങി. സ്ഥലത്തിന്റെ ആധാരവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോൾ റേഷൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്തത് വീണ്ടും വിനയായി. പിന്നെ അതിനുള്ള നെട്ടോട്ടമായി. എല്ലാം സംഘടിപ്പിച്ച് വാർഡ് മെമ്പറുടെ അടുത്തെത്തിയപ്പോൾ ലിസ്റ്റിൽ പേര് വരട്ടെ, വീട് നൽകാം എന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷേ വീട് മാത്രം കിട്ടിയില്ലെന്നാണ് ഹസീന ബീവിയുടെ പരാതി. 3 വർഷം കൊണ്ട് സ്ഥലം വാങ്ങിച്ച് റേഷൻ കാർഡ് ഒപ്പിച്ച് വസ്തു ഞാനും എൻ്റെ മോളും തന്നെ ഉള്ളു. വീട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മെമ്പർമാരുടെ അടുത്ത് പോയി. അപ്പോൾ അവർ പറഞ്ഞു വീട് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് അന്വേഷിച്ചപ്പോഴും അവിടെ ലിസ്റ്റിൽ പേരുണ്ട്. എന്താ കാരണം എന്നറിയാൻ വയ്യ. ത്രിതല പഞ്ചായത്തുകൾ വഴി ഭവനരഹിതർക്കായി കോടികൾ ചിലവാക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ഭവന പദ്ധതിക്കും കോടികൾ, വിവിധ ഇനം ഭവന പദ്ധതികൾ. പക്ഷേ വീടില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ തെരുവോരങ്ങളിലും ബന്ധുവീടുകളിലും അഭയം പ്രാപിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി പെരുകുന്നു. ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ ഇവരെ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യത്യസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, കോടികളുടെ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ യഥാവിധി ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നതിൽ ഒരു വലിയ താമസം നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അത് പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള വീടുകൾ. 2, 3, 4 വർഷം നിയമത്തിൻ്റെയും നൂലാമാലകളുടെയും അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെയും ഒക്കെ നൂലാമാലകളിൽ പെട്ട് ഉഴലുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ ഇരയാണ് ഇത്തരത്തിലുള്ള ചില വീട്ടമ്മമാർ. ഇന്ദിര ആവാസ് യോജന, അതിലെ 26,000-ഓളം വീടുകളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്.
അതിൽ ഒരു വീടായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അതിനു മുമ്പത്തെ സർക്കാർ കൊണ്ടുവന്ന EMS ഭവന പദ്ധതി എത്രയോ ലക്ഷം ആളുകൾക്ക് ഭവനങ്ങൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന് സമ്പൂർണ്ണമായിട്ടും കേരളത്തിൽ എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ തലചായ്ക്കാൻ ഒരിടമില്ലാതെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഈ ഫണ്ടുകൾ എവിടെ പോകുന്നു? ഇതിൽ കുറ്റകരമായ അനാസ്ഥ ആരാണ് കാട്ടുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെയാണ് സത്യത്തിൽ ഇതിന് സമാധാനം പറയേണ്ടത്. പ്രായപൂർത്തിയായ പെൺമക്കളുമായി അന്തിയുറങ്ങാൻ ഇടമില്ലാതെ നെഞ്ചിൽ തീയുമായി രാത്രികളെ തള്ളി നീക്കുന്ന നിരവധി അമ്മമാരിൽ ഒന്നാണിത്. ഈ അമ്മയുടെ നെഞ്ചിലെ തീയണയ്ക്കാൻ ഇന്ന് ആശ്രയം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ്. കൂടുതലൊന്നും വേണ്ട, നിയമക്കുരുക്കുകളൊന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞു വീട്, അത് മാത്രം മതി. ഒരു നല്ലൊരു വീട് വെച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനും എൻ്റെ മകൾക്കും കൂടെ താമസിക്കാൻ പഞ്ചായത്തിൽ നിന്ന് അത് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. അറിയിപ്പ്: പത്തനാപുരം ലീഗൽ സർവീസ് അതോറിറ്റി 14 നടത്താനിരുന്ന അദാലത്ത് മാർച്ച് 22 ഞായറാഴ്ച നടക്കും. പുനലൂർ MACT കോടതിയിൽ വെച്ച് രാവിലെ 11 മണി മുതലാകും അദാലത്ത് നടക്കുക. 14 നടന്ന ഹർത്താലിനെ തുടർന്നായിരുന്നു അദാലത്ത് മാറ്റിവെച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. KM മാണിക്കെതിരായ പ്രക്ഷോഭം അടങ്ങുന്നില്ല. രാജി ആവശ്യപ്പെട്ട് പുനലൂരിൽ DYFIയുടെ ജനകീയ കൂട്ടായ്മ. പുനലൂർ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സർവകക്ഷി യോഗം. പുനലൂരിന്റെ തനതായ കുടിവെള്ള പദ്ധതിക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ തീരുമാനം. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് കല്ലടയാറ്റിൽ മുങ്ങി മരിച്ചു. മരിച്ചത് പുനലൂർ കൊച്ചുവട്ടമൺ സ്വദേശി സുനിൽകുമാർ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.